ഇന്നലത്തെ നമ്മുടെ ഒരു ബ്രേക്കിംഗ് വാർത്തയായിരുന്നു കേരാഫെഡിൻ്റേത്. കേരാഫെഡ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊപ്ര സംഭരിക്കുന്ന വാർത്ത റോഷിപ്പാലായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ കേരാഫെഡ് 80% കൊപ്രയും സംഭരിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേരാഫെഡ് MD സജു കെ സുരേന്ദ്രൻ. സംസ്ഥാനത്ത് ആവശ്യമായ കൊപ്ര ലഭ്യമല്ലെന്നാണ് കേരാഫെഡിന്റെ വാദം. അതേസമയം സംസ്ഥാനത്തെ കർഷകരിൽ നിന്നും പരമാവധി പച്ചത്തേങ്ങയും കൊപ്രയും സംഭരിക്കുമെന്നും കേരാഫെഡ് MD റിപ്പോർട്ടറിനോട് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും കേരഫെഡ് കൊപ്ര സംഭരിക്കുന്നതായുള്ള റിപ്പോർട്ടർ വാർത്തയിലാണ് MD സജു കെ സുരേന്ദ്രന്റെ പ്രതികരണം. ദിനംപ്രതി ടൺ കണക്കിന് കൊപ്ര തമിഴ്നാട്ടിൽ നിന്നും കേരഫെഡിലേക്ക് ഒഴുകിയെത്തുന്നതിന്റെ തെളിവ് ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. റിപ്പോർട്ടർ വാർത്ത സ്ഥിരീകരിച്ച കേരഫെഡ് MD സംഭരിക്കുന്ന കൊപ്രയിൽ 80% തമിഴ്നാട്ടിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തി. ഇപ്പോഴത്തെ ഡേറ്റ അനുസരിച്ച് ലാസ്റ്റ് നമ്മളുടെ ഓൺ പ്രോസസ്സ് എല്ലാം ഈ പറഞ്ഞ എല്ലാ മാർഗത്തിലൂടെ നമ്മൾ വാങ്ങിക്കുന്നത് ഏകദേശം 20% മാത്രമാണ്. 80% പുറത്ത് എന്നുള്ളതാണ്. അയൽ സംസ്ഥാനത്തെ കൊപ്ര സംഭരണത്തെ ന്യായീകരിക്കുകയാണ് കേരഫെഡ്. സംസ്ഥാനത്ത് ആവശ്യമായ കൊപ്ര ലഭ്യമല്ലെന്നാണ് വാദം. അതേസമയം പരമാവധി സംസ്ഥാനത്തെ കർഷകരിൽ നിന്നും കൊപ്രയും പച്ചത്തേങ്ങയും സംഭരിക്കുമെന്നും കേരഫെഡ് MD വ്യക്തമാക്കി. തീർച്ചയായിട്ടും നമ്മൾ കർഷകരെ ആ രീതിയിൽ കൂടുതൽ തേങ്ങ അവർക്ക് നമ്മുടെ അടുത്തെത്തിക്കാവുന്നതാണ്. ഇനി എവിടെയെങ്കിലും നമ്മളറിയാതെ കൊപ്രയോ തേങ്ങയോ ആരും എടുക്കാനില്ലാതെ കർഷകർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ 24 hours മതി നമ്മളത് കളക്ട് ചെയ്യുന്നതായിരിക്കും. ഇടപാടുകൾ സുതാര്യമാക്കാനാണ് സംഭരണം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയതെന്നാണ് കേരഫെഡ് മാനേജ്മെന്റിന്റെ വിശദീകരണം. പക്ഷേ അയൽ സംസ്ഥാനത്തെ കൊപ്ര മുതലാളിമാരെ സഹായിക്കാനാണ് കേരഫെഡിന്റെ നടപടിയെന്ന ആരോപണം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ കർഷകരിൽ നിന്നും തേങ്ങയും കൊപ്രയും സംഭരിക്കാൻ ലക്ഷ്യമിട്ടാണ് കേരഫെഡ് രൂപീകരിച്ചത്. റിപ്പോർട്ടർ R. റോഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.